ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? ഗോപാലൻ്റെയും രാമുവിൻ്റെയും കഥ പറഞ്ഞാലോ? പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ രാമുവും ഗോപാലനും എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ ജോലി എന്ന് വെച്ചാൽ കൃഷിയാണ് അവരുടെ ജോലി. അവർക്ക് ഒത്തിരി വയലുകളൊക്കെ ഉണ്ട്. അതിനകത്താണ് രാമുവും ഗോപാലനും കൃഷി ചെയ്യുന്നത്. അവർ നല്ല സുഹൃത്തുക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അതിൽ രാമു ആണെങ്കിൽ ഒരു മടിയും ഇല്ലാതെ ജോലി ചെയ്യും. ഈ ഗോപാലനാണെങ്കിൽ ഇത്തിരി ജോലി ചെയ്യാൻ മടിയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഗ്രാമത്തിൽ ഭയങ്കരമായ കാറ്റും മഴയും കൊടുങ്കാറ്റും ഒക്കെ വന്ന് രാമുവിൻ്റെയും ഗോപാലൻ്റെയും കൃഷിയെല്ലാം നശിച്ചു. അപ്പോൾ രാമുവും ഗോപാലനും ഭയങ്കര വിഷമമായി. നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും കൃഷിയൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം നശിച്ചു പോയല്ലോ എന്നും പറഞ്ഞ് രാമുവും ഗോപാലനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞു. രാമു പറഞ്ഞു, എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജോലി കൃഷിപ്പണിയാണ്. എന്തായാലും നമുക്ക് കൃഷി ചെയ്യാം. ഇനിയിപ്പം കൃഷി വേണ്ടെന്നൊന്നും വയ്ക്കേണ്ട. എന്തായാലും നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ദൈവം ഇനിയും വിളവ് തരും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയായി പോകൂലേ? എന്തായാലും നമുക്ക് കൃഷി ചെയ്യാൻ ഗോപാല, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, ഇനി ഞാൻ കൃഷിക്കില്ല, എനിക്കിനി കൃഷി ചെയ്യാൻ വയ്യ, ഞാൻ കൃഷി ചെയ്യുന്നില്ല, നീ ചെയ്തോ. ഇത് അത്രയും പാടുപെട്ട് ഉണ്ടാക്കിയതെല്ലാം ആ കാറ്റും മഴയും കൊണ്ടുപോയി. ഇനി എനിക്ക് വയ്യ, ഇനി കൃഷി ചെയ്യാൻ എനിക്ക് വയ്യ. അമ്മ പറഞ്ഞു, ഗോപാല അങ്ങനെയൊന്നും പറയരുത്, നമ്മുടെ ജോലി കൃഷിയാണ്, നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയായി പോവും, ഇതൊക്കെ ഇതിലുള്ളതല്ലേ, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. കുറച്ച് വിത്തൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ട് നമുക്കൊന്നേന്ന് പറഞ്ഞ് കൃഷി തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇനി കൃഷിക്കില്ല, നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. രാമു എന്തെല്ലാം പറഞ്ഞിട്ടും ഗോപാലൻ കേട്ടില്ല. അവസാനം രാമു വിചാരിച്ചു, ഞാൻ കൃഷി ചെയ്യാൻ പോണു, എൻ്റെ കുടുംബം പട്ടിണിയാവും, അതുകൊണ്ട് ഞാൻ കൃഷി ചെയ്യും എന്ന് മനസ്സിൽ വിചാരിച്ചു. രാമുവിൻ്റെ വയലിൽ കൃഷി ചെയ്തു. ആ വർഷം നല്ല വിളവ് രാമുവിന് കിട്ടി. രാമുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗോപാലൻ പറഞ്ഞു, നിനക്ക് നല്ല വിളവ് ഈ വർഷം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കൃഷി ചെയ്യാൻ, അപ്പോൾ നിനക്ക് വയ്യ, എങ്കിൽ നിനക്കും നല്ല വിളവ് കിട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ തുലാവർഷം തുടങ്ങി. ഭയങ്കര മഴ, പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. ഗോപാലൻ്റെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ ഒരു നുള്ള അരിയില്ല, നിങ്ങൾ എവിടുന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരൂ. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ കൃഷി ചെയ്യാൻ. ആ രാമു കൃഷി ചെയ്തു, നല്ല വിളവ് കിട്ടി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പട്ടിണിയുമില്ല, നിങ്ങൾ കണ്ടില്ലേ ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്. ഭാര്യയോട് ഗോപാലൻ പറഞ്ഞു, ഞാൻ രാമുവിൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ചെന്നപ്പോൾ രാമു ഉമ്മറ വാതിൽക്കലിരിക്കുന്നു. എന്താ ഗോപാല, കയറി വരൂ എന്ന് പറഞ്ഞു. ഒന്നുമില്ല, ചുമ്മാതെ വന്നേ ഉള്ളൂ, ആഹാരം കഴിക്കാം വേണ്ട എന്ന് പറഞ്ഞു. ഗോപാലൻ്റെ മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പോഴേ രാമുവിന് മനസ്സിലായി വീട്ടിൽ പട്ടിണിയാണെന്ന്. രാമു പറഞ്ഞു, ഞാൻ ദാ വരുന്നതെന്ന് പറഞ്ഞ് അകത്ത് കയറി കുറേ അരിയും സാധനങ്ങളും എടുത്ത് ഗോപാലനും